വെൽക്കം ടു ഈസി ഇഗ്നോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BSOC 111 എന്ന പേപ്പറിന്റെ കുറച്ച് ഇൻട്രൊഡക്ടറി കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്കറിയാം എന്താണ് ദ പർപ്പസ് ഓഫ് സോഷ്യോളജി ആൻഡ് വാട്ട് യു മീൻ ബൈ സോഷ്യോളജി. നമ്മൾ സോഷ്യോളജി പഠിക്കാൻ വരുന്ന എല്ലാവർക്കും തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കും അല്ലെ. സമൂഹത്തെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ സൊസൈറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ സൊസൈറ്റിയിലെ വേരിയസ് ആസ്പെക്റ്റുകളുമായി ഡീല് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. നമുക്ക് അറിയുന്ന പോലെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഐസൊലേഷനിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു അനിമൽ അല്ലെങ്കിൽ ഒരു ബീയിങ് അല്ല എന്നുള്ളത് നമുക്കറിയാം. സോ നമ്മുടെ അത്തരത്തിലുള്ള ഹ്യൂമൻ റിലേഷൻസും സൊസൈറ്റിയിൽ അത്തരം ഹ്യൂമൻ റിലേഷൻസ് കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസും അതിൽ നിന്നും എറൈസ് ചെയ്യുന്ന പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും പലതരത്തിലുള്ള സോഷ്യൽ പ്രോബ്ലംസുമായിട്ട് ഡീല് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. സോ ഈ പേപ്പറിനെ പ്രധാനമായും 3 ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷനെ കുറിച്ചാണ്. പ്രധാനമായും അതിനകത്ത് 4 തിയറിസ്റ്റുകളാണ് വരുന്നത്. അഗസ്റ്റ് കോംറ്റിൽ തുടങ്ങി മാക്സ് വെബറിൽ അവസാനിക്കുന്നതാണ് ആ ഒരു ലൈൻ എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഇതിനകത്ത് അഗസ്റ്റ് കോംറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് കാൾ മാർക്സ്, ഇമെയിൽ ഡോക്കിംഗ് ആൻഡ് മാക്സ് വെബർ, ഇവർ 3 പേരുടെയും പ്രധാനപ്പെട്ട തിയറീസ്, അവർ സോഷ്യോളജിക്ക് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളുമായി ഡീല് ചെയ്യുന്ന ഒരു പേപ്പറാണ് ഇത്. സോ ഫസ്റ്റ് യൂണിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് കാൾ മാർക്സിനെ കുറിച്ചാണ്. അതിന് പ്രധാനമായും 4 യൂണിറ്റുകളായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ ഫിലോസഫിക്കൽ ട്രഡീഷൻസ്, അദ്ദേഹത്തിന്റെ നമ്മുടെ കാൾ മാർക്സിന്റെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫി എങ്ങനെയാണ് ഒരു എക്കണോമിസ്റ്റ് ആയിരുന്ന ഒരു വ്യക്തി എങ്ങനെ ഒരു സോഷ്യോളജിസ്റ്റ് ആയി മാറി അല്ലെങ്കിൽ ഒരു റെവല്യൂഷണറി ആയിട്ട് മാറി, അദ്ദേഹം ഈ ഒരു സോഷ്യോളജിക്ക് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് അതിൽ അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊന്ന് രണ്ട് ഏലിനേഷൻ പോലുള്ള കോൺസെപ്റ്റുകളും മറ്റ് തിയറിസ്റ്റുകൾ അദ്ദേഹത്തെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ ഒക്കെ ഒരു പാർട്ടിയുടെ ഒക്കെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് അദ്ദേഹം കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അതുപോലെ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും യൂസ് ഓഫ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ, അതായത് കുറച്ച് തിയറീസ് ആണ്. സർപ്ലസ് വാല്യൂ പോലെയുള്ള ആസ്പെക്റ്റുകളും എങ്ങനെയാണ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ പ്രൊഡക്ഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ക്ലാസസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് ക്ലാസ് റെപ്രസെന്റേഷൻസ് ഉണ്ടാകുന്നത്, പ്രൊലിറ്ററേറ്റ്, ബൂർഷ്വാസീസ്, അത്തരത്തിലുള്ള ആസ്പെക്റ്റുകളുമായിട്ട് ഡീൽ ചെയ്യുന്ന മീൻസ് ആൻഡ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു യൂണിറ്റ് ആണ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. Then while coming towards this third unit, we have to learn about the capitalist mode of productions. Different mode of productions ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് ശേഷം എങ്ങനെയാണ് ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റലിസം എങ്ങനെ ഉണ്ടായി, അവിടെ വർക്കിംഗ് ക്ലാസിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവിടെ എങ്ങനെയാണ് ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായത്, പല പല ക്ലാസ്സസ് ആയിട്ട് ആൾക്കാരെ എങ്ങനെ നമ്മൾ മാറ്റി, അങ്ങനെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്. ആൻഡ് ഫൈനൽ യൂണിറ്റ് ഡീൽസ് വിത്ത് ദ ക്ലാസ് ആൻഡ് ക്ലാസ് സ്ട്രഗിൾ. നമുക്കറിയാം ക്യാപിറ്റലൈസേഷൻ വന്നതോടുകൂടി ഒട്ടേറെ പ്രശ്നങ്ങൾ വർക്കിംഗ് ക്ലാസ്സിന് അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അവരെങ്ങനെ ഒരു ക്ലാസ് ആയി മാറി, പലതരത്തിലുള്ള നോബിൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്, പ്രൊലിറ്ററേറ്റ്സ് അല്ലെങ്കിൽ ബൂർഷ്വാസീസ് എന്നുള്ള പല ലെവൽസിലേക്ക് ഈ ആൾക്കാർ എങ്ങനെയാണ് മാറിയത്, അതുകൊണ്ടുണ്ടായിട്ടുള്ള സ്ട്രഗിൾസ് എങ്ങനെയൊക്കെയാണ്, അതിന്റെ വിജയം എത്രത്തോളമാണ്, ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളുമായി ഡീൽ ചെയ്യുന്നതാണ് ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമെയിൽ ഡോക്കീമിനെ കുറിച്ചാണ്. സോ അദ്ദേഹം ഒരു ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷനിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒട്ടേറെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇമെയിൽ ഡോക്കീം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റിലെ പോലെ തന്നെ ഇപ്പം നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ കാൾ മാർക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസിനെ കുറിച്ചും മറ്റുള്ള ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൽ ഇമെയിൽ ഡോക്കീമിന്റെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഫാക്ടുകളെ കുറിച്ചും അതിന് സൊസൈറ്റിയിലുള്ള ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചുമാണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത 7th യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ്. സോഷ്യൽ ഫാക്ടുകൾ തന്നെ ഒരു സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽ എന്താണ്, കളക്റ്റീവ് എന്താണ്, ഒരു ഗ്രൂപ്പിനെ കുറിച്ചും ഇൻഡിവിജ്വൽ എങ്ങനെ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ 7th യൂണിറ്റിൽ നോക്കുന്നത്. 8th യൂണിറ്റിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള സൂയിസൈഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് സൂയിസൈഡ് കൊണ്ട് സൊസൈറ്റിയിൽ എന്തുകൊണ്ട് സൂയിസൈഡ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളുമായി ഡീൽ ചെയ്യുന്നതാണത്. അതിനകത്ത് നോർമൽ ആൻഡ് പാത്തോളജിക്കൽ പോലെയുള്ള ആസ്പെക്റ്റുകളെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി 3ാമത്തെ ബ്ലോക്കിൽ നമ്മൾ സംസാരിക്കുന്നത് മാക്സ് വെബറിനെ കുറിച്ചാണ്. സോ മാക്സ് വെബറിന്റെ ആസ്പെക്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യൂണിറ്റ് 9 പഠിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. മറ്റ് 2 യൂണിറ്റുകളിലും ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏർലി ലൈഫിനെ കുറിച്ച്
കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സിനെ കുറിച്ചും മറ്റ് ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസിനെ കുറിച്ചും അദ്ദേഹം എങ്ങനെ ഒരു തിയറിസ്റ്റ് ആയി അല്ലെങ്കിൽ സോഷ്യോളജിയിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തി എന്നിങ്ങനെയുള്ള വേരിയസ് ആസ്പെക്റ്റുകളുമായി ഡീൽ ചെയ്യുന്നതാണ് നമ്മുടെ 9ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. 10ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം സോഷ്യൽ ആക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഐഡിയൽ ടൈപ്സുകളെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് സോഷ്യൽ ആക്ഷൻസ്? അതായത് നമ്മൾ സമൂഹത്തിലുള്ള ഓരോരോ വ്യക്തികളുടെയും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പല മൂവ്മെന്റ്സ് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് സോഷ്യൽ ആക്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത യൂണിറ്റിൽ 11th യൂണിറ്റിൽ മാക്സ് വെബർ തന്നെ കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ ആണ് പവർ ആൻഡ് അതോറിറ്റി. സൊസൈറ്റിയിൽ പവറിന്റെയും അതോറിറ്റിയുടെയും ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് അത്. അതായത് ഒരു അധികാരം എങ്ങനെയാണ്, അധികാരം ചൂഷണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതുള്ള ആൾക്കാർ എങ്ങനെ, ഇല്ലാത്തവരെങ്ങനെ, വർക്കിംഗ് ക്ലാസിന്റെ കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് സംസാരിക്കുന്നത്. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് യൂണിറ്റ് ഡീൽസ് വിത്ത് ദ റിലീജിയൻ ആൻഡ് എക്കണോമി. കാൾ മാർക്സും ആ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായി റിലീജിയനെയും എക്കണോമിയും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ മാക്സ് വെബറിനാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ മതപരമായ വിശ്വാസം എക്കണോമിക് ഡെവലപ്മെന്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എന്താണ് ഒരു എക്കണോമിക് ഡെവലപ്മെന്റിനെ അൺമാസ്ക് ചെയ്യാൻ റിലീജിയൻ എത്രത്തോളം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള ആസ്പെക്റ്റുകളുമായി ഡീൽ ചെയ്യുന്നതാണ് ഫൈനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ 3 ബ്ലോക്കുകളായി ഏതാണ്ട് 11ഓളം യൂണിറ്റുകളായി തിരിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു പേപ്പറിനകത്തുള്ള പഠിക്കാനുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് അതിൽ തന്നെ നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇത്തരത്തിൽ സൊസൈറ്റിയിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു സോഷ്യോളജിക്കൽ ട്രഡീഷനെ നമുക്ക് പല കാലഘട്ടങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ളതും പ്രൈമറി ആയിട്ടുള്ളതുമായ ട്രഡീഷൻസ് ആണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ അതിൽ തിയറിസ്റ്റുകൾ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ടു, അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടി. ഇനി ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ അതെല്ലാം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് താങ്ക് യു.